സർക്കാർ ഉത്തരവുകൾ പൊതുജനത്തിന് ലഭ്യമാക്കുന്ന വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായി. മന്ത്രിമാരുടെ സ്റ്റാഫിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഉത്തരവുകൾ ലഭ്യമാക്കുന്ന സൈറ്റുകൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരിയുടെ ഭർത്താവിനെ സ്റ്റാഫിൽ നിയമിച്ചത് വിവാദമായത് ഓർമ്മിക്കുക. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് അപ്രത്യക്ഷമായ വല്ല സാങ്കേതിക പിഴവാണോ അതോ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചാണോ സൈറ്റുകൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ സണ്ണി ജോസഫിന്റെ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് UDF-നെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിന്റെ ഈ സൈറ്റുകൾ, ഈ പബ്ലിക് സൈറ്റുകൾ, ഇങ്ങനെ സർക്കാരിന്റെ സൈറ്റുകൾ ഇങ്ങനെ അപ്രത്യക്ഷമായിട്ടുള്ളത്. ഇതിലാണ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഉണ്ടാവുക. പൊതുഭരണ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ വളരെ കൃത്യമായി തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർഡറുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതെല്ലാം തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ പൊതുഭരണ വകുപ്പ് പറയുന്നത് ഇതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഉടൻ തന്നെ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, മന്ത്രിമാർക്ക് പരമാവധി 20 മുതൽ 22 വരെയുള്ള ഇത്തരത്തിലുള്ള പേഴ്സണൽ സ്റ്റാഫ്മാരുടെ നിയമനങ്ങൾ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള നിയമനങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ്. അതിനെല്ലാം തന്നെ കൃത്യമായ അപ്ഡേഷൻ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സണ്ണി ജോസഫിന്റെ അളിയന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിവാദം വളരെ വലിയ രീതിയിൽ തന്നെ LDF-ഉം അതുപോലെ തന്നെ പ്രതിപക്ഷം വലിയ തോതിൽ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സൈറ്റ് അപ്രത്യക്ഷമായിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ പിന്നിൽ ഇത് തന്നെയാണ്, ഈ ഒരു ആരോപണം തന്നെയാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതല്ല സംഭവം, സാങ്കേതിക പ്രശ്നങ്ങളാണ്, ഉടൻ തന്നെ പരിഹരിക്കും എന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.